dear students. In the applications of trigonometry എന്ന ചാപ്റ്ററിൽ 2023 ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, one observer estimates the angle of elevation to the basket of hot air balloon to be 60 degree, while another observer 100 meter away estimates the angle of elevation to be 30 degree. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഒബ്സർവർ ഒരു ബാസ്ക്കറ്റ് ഹോട്ട് എയർ ബലൂണിന്റെ ബാസ്ക്കറ്റിലേക്ക് നോക്കുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. പിന്നെ 100 മീറ്റർ ഇവിടുന്ന് 100 മീറ്റർ എവയില് വേറൊരു ഒബ്സർവർ ഈ ബാസ്ക്കറ്റിലേക്ക് 30 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 30 ഡിഗ്രി. അപ്പോൾ നമുക്ക് പേര് കൊടുക്കാം ABCD. ഇങ്ങനെയാണ് നമ്മളെ ഫിഗർ. ദ ഹൈറ്റ് ഓഫ് ദ ബാസ്ക്കറ്റ് ഫ്രം ദ ഗ്രൗണ്ട്, നമുക്ക് ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റ് കണ്ടുപിടിക്കണം. അതുപോലെ ദ ഡിസ്റ്റൻസ് ഓഫ് ദ ബാസ്ക്കറ്റ് ഫ്രം ദ ഫസ്റ്റ് ഒബ്സർവേഴ്സ് ആയി, ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് ഒബ്സർവർ ഉള്ളത്. ഈ ഒബ്സർവറിന് ഇവിടെ ബാസ്ക്കറ്റുമായിട്ടുള്ള ഡിസ്റ്റൻസ് AC ആണ് കണ്ടുപിടിക്കുന്നത്. പിന്നെ എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഓഫ് ദ സെക്കൻഡ് ഒബ്സർവർ ഫ്രം ദ ബാസ്ക്കറ്റ്. സെക്കൻഡ് ഒബ്സർവർ ഇവിടെയാണുള്ളത്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് BD ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ട്രയാങ്കിൾ ABC അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. ദ ഹൈറ്റ് ഓഫ് ബലൂൺ എന്ന് പറയുന്നത് H ആയിട്ട് എടുക്കുക, ഈ ഡിസ്റ്റൻസ് X ആയിട്ട് എടുക്കുക. അപ്പൊ ഈ ട്രയാങ്കിൾ ABC tan 60 എന്ന് പറയുന്നത് എന്താണ്, tan 60 ഈക്വൽ ടു AB ബൈ BC. tan 60ന്റെ വാല്യൂ √3 ഈക്വൽ ടു AB എന്തായിട്ടാണ് എടുത്തിട്ടുള്ളത്, H ബൈ BC എന്ന് പറയുന്നത് X. അപ്പൊ H is equal to ഇവിടെ നമുക്ക് X √3 എന്ന് കിട്ടി. അതിനുശേഷം വലിയ ട്രയാങ്കിൾ എടുക്കുക. ഈ ട്രയാങ്കിൾ ABD tan 30 എന്ന് പറയുന്നത് എന്താണ്, tan 30 ഈക്വൽ ടു AB ബൈ BD. tan 30യുടെ വാല്യൂ 1/√3 ഈക്വൽ ടു AB എന്ന് പറയുന്നത് H ആണ്. H എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് X √3 ബൈ BD എന്ന് പറയുന്നത് ഇത് 100 മീറ്റർ, അതായത് സെക്കൻഡ് ഒബ്സർവർ 100 മീറ്റർ അകലെയാണുള്ളത്. ഈ ഡിസ്റ്റൻസ് BD എന്ന് പറയുന്നത് എന്താണ്, 100 പ്ലസ് X. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 100 പ്ലസ് X ഈക്വൽ ടു X ഈക്വൽ ടു X √3 ഇൻറ്റു √3 വരും. √3 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 3X ആയി. 100 ഈക്വൽ ടു ഇവിടെ 3X ഉണ്ട്, X ഇങ്ങോട്ടേക്ക് പോകും -X. അപ്പൊ 2X is equal to 100, X is equal to 15 കിട്ടും. അപ്പൊ ഈ ഡിസ്റ്റൻസ് നമുക്ക് 15 കിട്ടി. ഇത് H എന്ന് പറയുന്നത് എന്തായിരിക്കും, H എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ ബാസ്ക്കറ്റ് ഫ്രം ദ ഗ്രൗണ്ട് ആണ് നമുക്ക് ആദ്യം കാണുന്നത്. ഹൈറ്റ് ഓഫ് ദ ബാസ്ക്കറ്റ് എന്നാണ് H എന്ന് പറയുന്നത് X √3 ആണ്. X √3 എന്ന് പറയുമ്പോൾ 50√3. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ 50√3. സെക്കൻഡ്, ദ ഡിസ്റ്റൻസ് ഓഫ് ദ ബാസ്ക്കറ്റ് ഫ്രം ദ ഫസ്റ്റ് ഒബ്സർവേഴ്സ് ഐ. ഫസ്റ്റ് ഒബ്സർവറിന്റെ ഐയിൽ നിന്ന് ബാസ്ക്കറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഹൈപ്പോട്ടനസ് സൈഡാണ് കണ്ടുപിടിക്കേണ്ടത് AC. അപ്പോൾ AC എന്ന് പറയുന്നത് √, ഇത് എത്രയാണ് 50, ഇത് 50√3. 50 സ്ക്വയർ പ്ലസ് 50√3 സ്ക്വയർ. അപ്പൊ എന്ത് കിട്ടും നമുക്ക്, 2500 പ്ലസ് 7500 10,000 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 മീറ്റർ. അപ്പൊ AC എന്ന് പറയുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ 100 മീറ്റർ. ഇനി അടുത്തത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഓഫ് ദ സെക്കൻഡ് ഒബ്സർവർ ഫ്രം ദ ബാസ്ക്കറ്റ്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് കാണുന്നത്. ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ 100, ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ 50. അപ്പൊ തേർഡ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് 150 മീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് എ ടവർ 24 മീറ്റർ ഹൈ ഫ്രം ദ foot of another tower in the same plane is 60 degree. The angle of elevation of the top of the second tower from the foot of the first tower is 30 degree. Find the distance between two towers and the height of the other tower. Also find the length of wire attached to the tops of both the towers. അപ്പോൾ നമുക്ക് രണ്ട് ടവർ ഉണ്ട്. ഇവിടെ എന്താ പറയുന്നത്, the angle of elevation of the top of tower 24 meter high. ഇത് 24 മീറ്റർ ഹൈറ്റുള്ള ടവർ. ഈ ടവറിന്റെ ടോപ്പിലേക്ക് ഇതിന്റെ ബോട്ടത്തിൽ നിന്നുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ 60 ഡിഗ്രി. അതുപോലെ ഇതിന്റെ അടിയിൽ നിന്ന് ഈ ടവറിന്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 30 ഡിഗ്രി. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്തൊക്കെയാ കാണേണ്ടത്, ഈ സെക്കൻഡ് ടവറിന്റെ ഹൈറ്റ് കാണണം, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കാണണം, അതുപോലെ ഇവിടുന്ന് ഇതിന്റെ രണ്ടിന്റെയും ടോപ്പുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലുള്ള ഈ ഡിസ്റ്റൻസും കാണണം. അപ്പോ ഇങ്ങനെ ജോയിൻ ചെയ്യും. പേര് കൊടുക്കുക ABCDE. അപ്പൊ ആദ്യം
നമുക്ക് എന്ത് ചെയ്യാം, ഇൻ ട്രയാങ്കിൾ ACD, ഇൻ ട്രയാങ്കിൾ ACD എന്താ വരുന്നത്, tan 60 ഈക്വൽ ടു എന്ത് വരും, AC/DC. tan 60 √3. AC എന്ന് പറയുന്നത് എന്താണ്, 24 ആണ്. AC 24 നമുക്ക് തന്നിട്ടുണ്ട്, ടവറിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്, DC അറിയില്ല. ഇതിനെ നമുക്ക് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് x ആയിട്ട് എടുക്കാം. അപ്പോൾ x is equal to 24/√3 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാം, ഇൻ ട്രയാങ്കിൾ ECD യിൽ tan 30 ഈക്വൽ ടു ED/DC. അപ്പൊ 1/√3 ഈക്വൽ ടു ED എന്ന് പറയുന്നത് h/DC എന്ന് പറയുന്നത് x. അപ്പൊ x is equal to h√3 എന്ന് കിട്ടി. x is equal to h√3. ഇവിടെയാണെങ്കിൽ x എന്താണ്, 24/√3. ഇതിവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ x എന്ന് പറയുന്നത് 24/√3 ഈക്വൽ ടു h√3 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോ 24 ഈക്വൽ ടു h × √3 × √3 3 വന്നു. അപ്പൊ h എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി, 8 എന്ന് കിട്ടി. അപ്പോൾ ഹൈറ്റ് ഓഫ് അതർ ടവർ എന്താണ്, 8 മീറ്റർ. അത് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് വേണം, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് അതെന്താണ്, x എന്ന് പറയുന്നത് h√3 ആണ്. അപ്പൊ x എന്ന് പറയുന്നത് എത്രയാണ്, h 8 ആണ്. 8√3 എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ ഡിസ്റ്റൻസ് ആണ് കണ്ടത്, അതായത് രണ്ട് ടവേഴ്സും തമ്മിലുള്ള അതിന്റെ ടോപ്പുകൾ തമ്മിൽ ജോയിൻ ചെയ്താൽ ഉണ്ടാവുന്ന ഡിസ്റ്റൻസ്. അപ്പോൾ ഇത് കാണണമെങ്കിൽ നമുക്ക് പൈതഗോറസ് തിയറം. ഈ ഡിസ്റ്റൻസ് x തന്നെ, x എന്ന് പറയുന്നത് അപ്പൊ ഇതെന്താണ്, 8√3. ഇത് മൊത്തം 24 ആണ്. 24ൽ നിന്ന് ഈ ടവറിന്റെ ഹൈറ്റ് 8. അപ്പൊ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ AB എന്ന് പറയുന്നത് എന്ത് കിട്ടും, AB ഈക്വൽ ടു 24 മൈനസ് 8. അപ്പോ 16 കിട്ടി. ഇനി പൈതഗോറസ് തിയറം നമുക്ക് കാണുന്നത് AE ആണ്. AE എന്ന് പറയുന്നത് √16² പ്ലസ് ഇത് x 8√3 സ്ക്വയർ. അപ്പൊ നമുക്ക് വരുന്നത് 256 പ്ലസ് 64 × 3 64 × 3 12 202 എന്ന് വരും. 12 18 192 256 പ്ലസ് 192 എത്രയാണ് വരുന്നത്, 448. അതായത് √448 ആണ് വരുന്നത്. √448 എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് പോകുക. 8√7. അപ്പോൾ AE എന്ന് പറയുന്നത് എന്ത് കിട്ടും, 8√7 മീറ്റർ. അപ്പോൾ 3 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഹൈറ്റ് ഓഫ് ടവർ കാണണം. ഹൈറ്റ് ഓഫ് ടവർ എന്ന് പറയുന്നത് നമുക്ക് 8 ആണ് കിട്ടിയിട്ടുള്ളത്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, രണ്ട് ടവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 8√3. അതുപോലെ അതിന്റെ ടോപ്പുകൾ തമ്മിലുള്ള ലെങ്ത് എന്ന് പറയുന്നത്, ലെങ്ത് ഓഫ് വയർ, ഈ വയറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 8√7 മീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ ലെങ്ത് ഓഫ് ദ ഷാഡോ ഓഫ് എ ടവർ ഓൺ ദ പ്ലെയിൻ ഗ്രൗണ്ട് ഈസ് √3 ടൈംസ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ. ഫൈൻഡ് ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ സൺ. അപ്പോൾ ഒരു ടവർ അതിന്റെ ഷാഡോ, അതായത് ടവറിന്റെ ഹൈറ്റിന്റെ √3 ടൈംസ് ആണ് ഷാഡോന്റെ ലെങ്ത്. ടവർ AB ആണെങ്കിൽ ഷാഡോ BC. അപ്പൊ ഇതിന്റെ ഹൈറ്റിന്റെ √3 ടൈംസ് ആണ് ഷാഡോന്റെ ലെങ്ത്. ഷാഡോന്റെ ലെങ്ത് എന്ന് പറയുന്നത് √3h. നമുക്ക് ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് സൺ ആണ് കാണുന്നത്. അപ്പോൾ tan θ ഈക്വൽ ടു h/h√3. h ക്യാൻസൽ ആയി 1/√3 വരും. 1/√3 ആണെങ്കിൽ θ എന്ന് പറയുന്നത് 30 ഡിഗ്രി. മൂന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ 30 ഡിഗ്രി. അടുത്തത് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ഷാഡോ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് എ പോൾ ഓഫ് ഹൈറ്റ് 18 മീറ്റർ. ഒരു പോള് അതിന്റെ ഹൈറ്റ് 18 മീറ്റർ ആൻഡ് ആംഗിൾ ഓഫ് എലിവേഷൻ θ ഓഫ് ദ സൺ ഈസ് സച്ച് ദാറ്റ്. നമുക്ക് ആംഗിൾ ഓഫ് എലിവേഷൻ തന്നിട്ടുണ്ട്. ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് സൺ, അതായത് θ, ഈ ആംഗിൾ തന്നിട്ടുണ്ട്. ഇത് 18 മീറ്റർ. ABC കൊടുക്കുക. അപ്പൊ നമുക്ക് tan θ എന്ന് പറയുന്നത് 6/7 എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ tan θ എന്ന് പറയുന്നത് എന്താണ്, 18/x. അപ്പൊ 18/x is equal to 6/7. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 6 × x is equal to 18 × 7. അപ്പൊ x is equal to 18 × 7/6. ക്യാൻസൽ ചെയ്തു 3. 21 മീറ്റർ. അപ്പൊ ഫോർത്ത് ക്വസ്റ്റിന്റെ ആൻസർ 21 മീറ്റർ ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ഇതുപോലെ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക.